ഇപ്പം നമ്മൾ ഇന്ന് വർക്കല പോകാൻ പോവാണ്. അപ്പോൾ ഗൈസ് നമ്മൾ പള്ളിയുടെ ഫ്രണ്ടിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. കാരണം വണ്ടി അവിടെ വരുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തു. അങ്ങനെ വണ്ടി വന്ന് അങ്ങനെ ഞങ്ങൾ കയറി. നമ്മൾ ബാക്ക് സീറ്റിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും. പിന്നെ ഡാൻസ് കളിക്കാനായിട്ട് എന്തായാലും ഫ്രണ്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ബാക്ക് സീറ്റിൽ ഇരുന്നിട്ട് നമ്മൾ ട്രിപ്പ് പോകാൻ പോവാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ നേരം ബാക്ക് സീറ്റിൽ ഇരുന്ന് ചിലവഴിച്ചു. അണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡാൻസ് കളിക്കാനായിട്ട് ഓടി. ഈ ഡാൻസിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ താഴെ ടാഗ് ചെയ്തേക്കാം, വരുന്നവർ കയറി കാണുക. ഓക്കെ. അപ്പോഴത്തേക്കും നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പാർക്ക് ചെയ്യാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ സൈഡിലായിട്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ഒതുക്കി. എന്നിട്ട് നമ്മൾ അങ്ങോട്ട് സൈഡിലോട്ട് പോയി നിന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അവിടുത്തെ കടലും കാഴ്ചകളും ഒക്കെ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ നമ്മുടെ ചേച്ചിയുടെ ബർത്ത്ഡേ മുറിക്കാൻ പോവാണ് ഗൈസ്. വെള്ളിയാഴ്ചയായിരുന്നു ബർത്ത്ഡേ. ഞാൻ ഓൾറെഡി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇപ്പം നമ്മൾ ഈസ്റ്ററിനാണ് ഇതാ മുറിക്കുന്നത് ഗൈസ്. അപ്പം നമുക്ക് മുറിക്കാം. അങ്ങനെ ഗൈസ് നമ്മൾ കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ കിണ്ണം കേക്കായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ നമ്മൾ വിചാരിച്ചാൽ അലിഞ്ഞു പോകുന്നു, പക്ഷേ അലിഞ്ഞു പോയിട്ടുണ്ടായിരുന്നില്ല. നല്ല കേക്കായിരുന്നു. നമ്മളെല്ലാവരും സന്തോഷത്തോടെ മുറിച്ചു നമ്മളെല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗൈസ് അവിടെ നിന്നപ്പോൾ നമ്മളൊരു ഒരു പാരഷൂട്ട് ഡ്രൈവിങ് എന്ത് സംഭവം നമ്മൾ കണ്ടു. അങ്ങനെ നമ്മുടെ കസിൻ ചേച്ചിയാണ് ആ പറന്ന് പോകുന്നത്. നമ്മൾ കസിൻ ചേച്ചി അങ്ങനെ ഗൈസ് കസിൻ ചേച്ചിയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തിട്ട് നമ്മളെല്ലാവരും അങ്ങോട്ട് കസിൻ ചേച്ചി വന്നതിന് ശേഷം നമ്മളെല്ലാവരും താഴെ ബീച്ചിലോട്ട് നടന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും ഒന്നിച്ചായിരുന്നു പോയത്. കാരണം ചേച്ചി വന്നിട്ട് പിന്നെയാണ് നമ്മളെല്ലാവരും പോയിട്ടുണ്ടായിരുന്നത്. Guys, this is so dangerous and it's so creepy. So we have to be careful when we come through this way. അപ്പം ഗൈസ് നമ്മൾ ഈ സ്റ്റെപ്പ് ഭയങ്കര ഇതാണ്. അങ്ങനെ ഗൈസ് കഷ്ടപ്പെട്ട് ഈ സ്റ്റെപ്പ് ഇറങ്ങി. ഈ സ്റ്റെപ്പ് ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഇപ്പോൾ വീഴും എന്ന് പറഞ്ഞായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറേ ഇതിന് ശേഷം ഞങ്ങൾ എല്ലാവരും താഴോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. പിള്ളേർ എല്ലാവരും താഴോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഫൈനലി വി റീച്ച് ദ ബീച്ച്. നമ്മൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടും പാടുമായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മൾ എത്തി. പക്ഷേ വലിയവർക്കൊക്കെ ഭയങ്കര പാടായിരുന്നു. ഇപ്പോഴും കുറച്ച് പേര് വരുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ നേരത്തെ ഇറങ്ങി. അങ്ങനെ കഴിച്ച് നമ്മളെല്ലാവരും വന്ന് അവിടെ കാല് നനച്ച്. നമ്മൾ ഒരുപാട് കടലിൻ്റെ ഉള്ളിലോട്ടൊന്നും പോയില്ല. എന്നാലും നമ്മൾ അവിടെ നിന്ന് കാല് നനച്ചു. നല്ല സൺസെറ്റൊക്കെ കണ്ട് നമ്മളവിടെ നിന്നും കുറേ നേരം കാല് നനച്ച്. പിള്ളേരൊക്കെ അവിടെ നിന്ന് കളിച്ചു. പിന്നെ നമ്മുടെ കയ്യിൽ പെയർ ഡ്രസ്സ് ഇല്ലായിരുന്നുകൊണ്ട് നമ്മൾ പാൻറ്റൊക്കെ പൊക്കി വെച്ചിട്ട് കാല് മാത്രമേ നനച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുറേ നേരം അവിടെ കുറേ കാര്യങ്ങളും പറഞ്ഞ് നിന്നു. ഒരു ഇപ്പോൾ ഈസ്റ്ററും കൂടി ആയിരുന്നല്ലോ നമ്മൾ പോയപ്പം. അതുകൊണ്ട് ഭയങ്കര ആളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ അന്നമ്മ ഓടി കളിക്കുന്നതാണിത്. അപ്പോൾ ഗൈസ് നമ്മളിനി ക്ലിഫിൽ പോകാൻ പോകണം. നമ്മളെ ബീച്ചിൽ കാലൊക്കെ നനച്ച് കുഴഞ്ഞ് പിന്നെ നമ്മൾ ക്ലിഫിൽ പോകാൻ പോവാണ്. അപ്പോൾ ക്ലിഫിൽ പോയിട്ട് നമ്മൾ ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. അങ്ങനെ ഗൈസ് നമ്മൾ ക്ലിഫിൽ പോകുന്നൊരു ഇതാണ് വഴിയാണിത്. നമ്മളെല്ലാവരും ചെരുപ്പൊക്കെ അവിടെ നിന്ന് മാറ്റിയെടുത്ത് ഇട്ട് ക്ലിഫിൽ പോകാനായിട്ട് ഇനി സ്റ്റെപ്പ് കയറും. ഈ സ്റ്റെപ്പാണ് ഭയങ്കര ഡേഞ്ചറായിരുന്നു. എന്നാൽ ഞാൻ മറ്റേതിനെക്കാട്ടിയും ഇതായിരുന്നു. ക്ലിഫ് എന്ന് പറയുമ്പോൾ മേളിൽ കുറേ കടയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ആ സ്റ്റെപ്പ് കയറി എന്തായാലും നമ്മൾ ക്ലിഫിലെത്തിയിട്ടുണ്ട്. ക്ലിഫിൽ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഒരുപാട് കട, റെസ്റ്റോറൻറ്റ്സ് അതേപോലെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല അടിപൊളി അവിടുത്തെ ആംബിയൻസ് നല്ല രസമായിരുന്നു കേട്ടോ. അവിടുത്തെ നേച്ചർ ആംബിയൻസും ഒക്കെ നല്ല രസമായിരുന്നു. നമുക്ക് പുറത്തെ വ്യൂവും കണ്ടിരുന്നു ആസ്വദിച്ച് ഫുഡൊക്കെ കഴിക്കാം. അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതായിരുന്നു. ഇവിടെ നിന്ന് നോക്കിയപ്പോൾ കടലാണ് നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ അവിടെ എഴുതി വെച്ചപ്പോൾ ഉണ്ടായിരുന്നു റെസ്ട്രിക്റ്റഡ് ഏരിയാസ്. ഞാൻ തിരിഞ്ഞു നോക്കാതെ എന്നെ പട്ടി ഫോളോ ചെയ്ത് വരുന്നു. പിന്നെ നമ്മളങ്ങ് ഓടി. ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടു. അവിടുത്തെ പുറത്തെ ആംബിയൻസ്. ആ റെസ്റ്റോറൻറ്റിൻ്റെ പേരെടുക്കാൻ നോക്കിയതാണ്, പക്ഷേ ആ പേര് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും എനിക്ക് അവിടുത്തെ ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടപ്പെടും ഗൈസ്. കാരണം അടിപൊളി നേച്ചർ കാര്യങ്ങളൊക്കെയാണ് അവിടെ. നല്ല രസം. പിന്നെ ജ്വല്ലറി കടേഴ്സാണ് ഉള്ളത്. പിന്നെ മെയിനായിട്ടും ക്ലോത്തിങ്സും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ക്രോഷ്യ വെച്ച് ചെയ്ത ക്ലോത്ത്സും ബാഗ്സും ഒക്കെയാണ് നമ്മൾ മെയിനായിട്ടും കാണുന്നത്. നമ്മൾ കുറേ അങ്ങ് പോയില്ല, എന്നാലും നമ്മൾ കുറച്ച് പോയിട്ടുണ്ട്. അന്നേരം തന്നെ മനസ്സിലായി നല്ല കടകളും കാര്യങ്ങളും. പക്ഷേ അവിടുത്തെ കാര്യങ്ങൾക്ക് വില കൂടുതലാണ്. പിന്നെ ഞാൻ ഒരു കടയിൽ ചെന്നിട്ട് വർക്കല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാഗ്നറ്റ് പോലത്തെ തിരക്കി. പക്ഷെ അതിന് വില കൂടുതലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി. നമ്മൾ ബസ് ഇട്ട് പാർക്ക് ചെയ്തേക്കുന്നിടത്ത് പോയി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അവിടെ പാർക്ക് ചെയ്യുന്ന ഭയങ്കര തിരക്കും കാര്യങ്ങളും. കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി ആൻറ്റി നമുക്ക് ഐസ്ക്രീമൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ നമ്മളെല്ലാവരും അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെ നേരെ ബസ്സിൽ കയറി. പിന്നെ നമ്മളൊരു കടയിൽ ചെന്ന് സമൂസയൊക്കെ കഴിച്ച്
അടിപൊളി സമൂസയായിരുന്നു. സർബത്തൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തിരിച്ച് വരുന്ന വഴി നടന്ന ഡാൻസാണ് ഗൈസ്. ഒരു രക്ഷയുമില്ല. കിണ്ണം ഡാൻസ്. എല്ലാവരും വലിയവർ ചെറിയവർ എല്ലാവരും ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.